സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ, സ്ട്രഗിൾസും? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രഗിളായിരുന്നു. പിന്നെ ഇതൊരു പുതിയൊരു ഇൻഡസ്ട്രിയാണ്, അധികമൊന്നും ആൾക്കാർ ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്. പിന്നെ ആൾക്കാർ ആദ്യം ഇതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഈസിയാണ്. കുറച്ച് ആൾക്കാർക്ക് എർത്തിങ്ങിൻ്റെ ഇതിൻ്റെ സേഫ്റ്റിയുടെ റിക്വയർമെൻ്റ് അറിയാം. അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റി നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുക, ഒരു ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നൊരു സാധനമാണത് ഇലക്ട്രിക്കൽ എർത്തിങ് എന്ന് പറയുമ്പോൾ. അതായത് വീട് പണിയൊക്കെ എല്ലാം അവസാനിക്കണ ഒരു സമയത്ത് വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു എർത്തിങ്ങിന് എന്തെങ്കിലും സാധനം ചെയ്യുക, അതെങ്ങനെയും ഒന്ന് ആ കടമ ഇതാക്കുക എന്നുള്ള ഒരു ലെവലിലാണ് അവർ ചെയ്യേണ്ടത്. ഇപ്പോൾ അവർ കുറച്ചും കൂടി കൺസേൺ ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ വരുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കുറച്ചും കൂടി സേഫ്റ്റി കൂടുതൽ വേണമെന്നും അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു വാല്യൂ ഉള്ള ഐറ്റംസ് ആണല്ലോ അത് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഇപ്പോൾ ആൾക്കാർ സേഫ്റ്റിനെ പറ്റി കൂടുതൽ കൺസേൺ ആണ്. അവരിപ്പോൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കുറച്ചും കൂടി വിൽക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഗുണം. ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആളുകൾ ഇറങ്ങാത്ത ഒരു ഫീൽഡാണല്ലോ. അപ്പൊ എങ്ങനെയാണ്